ഗൈസ് അപ്പം നമ്മൾ പോവുകയാണ്. ടാറ്റ. ഇവിടെ ടാറ്റ ഒരുമ ടാറ്റ അവള്. ഹലോ ഗായ്സ്, നമ്മൾ അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് മീറ്റ് മിസ്റ്റർ ആയിത്തൻ, ഡോക്ടർ MBBS. എന്താ പറ്റിയ ബാക്കി എന്താ? ഇതാണ് ആയിത്തൻ, എൻ്റെ കൂട്ടുകാരാണ്, ചങ്കാണ്. നമ്മുടെ കൂടെ ഭവ്യയുണ്ട്. ഭവ്യ ഹായ് പറയൂ. ഹായ് ഗൈസ്. ഭവ്യക്ക് നാണം. അപ്പം നമ്മൾ അളിയനെ ഡ്രോപ്പ് ചെയ്യും. അവിടുന്ന് വേറെ വണ്ടിയാണ്, നമ്മുടെ ടൂർ പാക്കേജിലുള്ള വണ്ടിയോ ഇന്നോവയാണ്. അപ്പം നമ്മുടെ പിള്ളേരെല്ലാം ആ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ 6 പേരാണ്, 7 പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരു കൊച്ചിന് അവരുടെ റിലേറ്റീവ് ഒരാൾ മറിഞ്ഞുകൊണ്ട് വരാൻ പറ്റുന്നില്ല. നമുക്ക് അതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അന്നാന്ന പേര്, അവൾ വരാൻ പറ്റത്ത വിഷമമുണ്ട്. എന്നാലും അവളെ കൂടി കൊണ്ടുവരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവൾക്ക് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്തായാലും നമ്മുടെ ചെറുക്കനുണ്ട്, ചെറുക്കൻ ഉണ്ടായിട്ട് ഡ്രോപ്പ് ചെയ്ത് ബസ് സ്റ്റോപ്പ് വരെ ഉള്ള അളിയെ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കൊച്ചനെ കൊച്ചനെ എന്നെ കൊണ്ടുവിടുന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ കൊച്ച ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അപ്പോൾ അളിയനെ വിളിച്ച അളിയൻ സെറ്റ്. അളിയിൽ നിന്ന് ലാൻഡ് ആയതേ ഉള്ളൂ ഹൈദരാബാദിൽ. ഹൈദരാബാദിലെ വലിയ ഗൗഡയാണ്. ഗൗഡാന്ന് വെച്ചാൽ മറ്റേ കഴുത്തിലെ സ്വർണ്ണച്ചേനൊക്കെ ഇട്ട് അവിടെ ഭയങ്കര വലിയ സീറ്റ് ആളാണ്. അപ്പം ഭവ്യുണ്ട്. നമ്മളിനി അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാം. ഓക്കെ ഓക്കെ. ബൈ ഫ്രം ആയിത്തൻ. ആയിത്തൻ ആദ്യം സെലിബ്രേറ്റ് ചെയ്യാണ്. ഗൈസ് നമ്മുടെ വണ്ടി വന്നു. നമ്മുടെ പിള്ളേര് മീറ്റ് മിസ്സസ് അശ്വതി, ആൽബിൻ, ഭവ്യ, നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ വണ്ടിയുടെ വന്നിട്ടുണ്ട്, നമ്മൾ കയറുവാണ്. ശരി എന്നാ ഗൈസ്. നമ്മുടെ ടൂർ പാക്കേജിന്റെ ഒരു പാർട്ണറാണ് അമിത് ചേട്ടൻ. ബ്രോ നമ്മുടെ പ്രായം തന്നെ. ബ്രോ എന്തുവാ നമ്മുടെ ക്യാമറ ചെയ്യാന്ന് പറഞ്ഞ് ചെറിയ കമ്പനി ചേട്ടാ. പിന്നെ അടുത്തത് നമ്മുടെ ആൽബിൻ. കണ്ടോ ആൽബിൻ? അശ്വതി മോനിക്ക് ഒതുങ്ങിപ്പോയി. പുറയിൽ കാണുന്നത് ആൽബിൻ, ധനീഷ് ആൻഡ് ഭവ്യ കാണിച്ചോണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ജ്യോതികയെ വിളിക്കാൻ ഏത് റെയിൽവേ സ്റ്റേഷനാണ്? എറണാകുളം റെയിൽവേ സ്റ്റേഷൻ. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ജ്യോതി വന്നില്ല, ജ്യോതിയെ വരുമ്പോൾ കാണിച്ചു തരാം. ഗൈസ് അശ്വതി, ഭവ്യ വണ്ടിക്കകത്ത് ഛർദിച്ചു ഗൈസ്. ഛർദിച്ചു വണ്ടിക്കകത്തിരുന്നത്. മോദി കാണിക്കും ഭവ്യ. ധനുഷ്, നമ്മുടെ ധനുഷാണ്. നേരെ കാണിക്കാൻ പറ്റില്ല. നമ്മുടെ ചെറുക്കനാണ്. ഗൈസ് നമ്മൾ ഇതുവരെ മറയൂർ എത്തിയില്ല ഗൈസ്. നമ്മൾ വെറുതെ നടന്ന് കളിക്കുക ഗൈസ്. നമ്മളിപ്പോൾ എവിടെ പോയി? നമ്മൾ വെറുതെ നടന്ന് കളിക്കുക ഗൈസ്. നമ്മൾ ചായക്കടയിൽ പോയതാണ്. നമ്മൾ ചായ കൂടി വെള്ളക്കൂടി മാത്രമേ നടക്കുന്നുള്ളൂ. ഇതുവരെ സ്ഥലം എത്തിയില്ല. ഇതാണ് അശ്വതി, ഭവ്യ, ധനുഷ്, ആൽബിൻ. എന്താണ് താങ്കൾക്ക് ഇപ്പൊ ഈ നിമിഷം പറയാനുള്ളത്? ഒരു വണ്ടി ഇടിച്ചാലേ ഗൈസ്. നമ്മൾ ചായ കൂടിയും വെള്ളം കൂടിയും ഒക്കെ നടക്കുന്നുള്ളൂ. ബണ്ണി, എന്താണ് ഈ ഇപ്പോൾ ഒരു 2 വാക്ക് പറയാനുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. ഛർദിച്ച് കുളമായിട്ടിരിക്കുക ഗൈസ്. നമ്മൾ ഇത് ഇങ്ങനെ പോയാൽ ഇത് നമുക്ക് വലിയ ലോങ് വീഡിയോ ആകും. നമ്മളത് 10 പാട്ടാക്കി എടുക്കാൻ പോവാം അല്ലേ അശ്വതി? അതെ, നമ്മളത് പാർട്ട് 1 കേട്ടോ. അതെ, പാർട്ട് 1 വീഡിയോ. നമ്മള് അതാ തീറ്റി കൂടി മാത്രം 2-3 വ്ലോഗ് വരും. ജ്യോതിക വന്നു ഗൈസ്. ഇതാണ് ജ്യോതിക ഗൈസ്. ജ്യോതിക ഗൈസ്, ഇതാണ് ജ്യോതിക. ജ്യോതിക ഹായ് പറ. ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ജ്യോതിക. ആൽബിൻ കിട്ടിയില്ല.